സാംസങ്ങിന്റെ സാംസങ് S10 പ്ലസ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് S10 പ്ലസ് എന്ന ടാബിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ടാബിൽ 12.4 ഇഞ്ചിന്റെ ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 3K റെസൊല്യൂഷനൊക്കെ ഇതിൽ വന്നേക്കാം. ഡൈനാമിക് അമോലെഡ് ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. അപ്പം അമോലെഡ് ഡിസ്പ്ലേ ഒക്കെ ഇതിൽ വരും. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. നോച്ചും കാര്യങ്ങളൊന്നും ഇതിൽ വന്നോളണം എന്നില്ല. അൾട്രാ വെർഷനിൽ ഒരു നോച്ച് വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു ടാബിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നേക്കാം. പിന്നെ ടാബിന്റെ വെയിറ്റ് വരിക 571 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 5.6 mm ആയിരിക്കും. പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 9300 പ്ലസ് എന്ന പ്രോസസറുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. ഇത് MediaTekന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസറാണ്. അപ്പം ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസും ഇതിൽ വരുന്നതായിരിക്കും മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സിന്റെ കൂടെ. പിന്നെ ഈ ഒരു ടാബിന്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും ലോഞ്ച് ചെയ്തേക്കാം. ഈ ഒരു ടാബിൽ 12 GB റാം വരെയും 512 GB ഇന്റേണൽ വരെയും വരുന്നതായിരിക്കും. മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വന്നേക്കാം. ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഈ ടാബിൽ വരുന്നതായിരിക്കും. Android 14 ബേസ് ആയിട്ടുള്ള 1 UI സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ടാബിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 13 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ടാബിൽ വരിക. പിന്നെ 8 MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. ഫ്രണ്ടിൽ 12 MP ഒരു സെൽഫി ക്യാമറ ആയിരിക്കും വരിക. ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഓക്കെയാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 10,090 mAh ബാറ്ററി ആയിരിക്കും ഇതിൽ വരിക. നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നതായിരിക്കും. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഒക്ടോബറിൽ ഈ ടാബ് ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. കറക്റ്റ് ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് കാര്യങ്ങൾ ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കൂടിയൊരു പ്രൈസിങ്ങിലായിരിക്കും ഈ ഒരു ടാബ് ലോഞ്ച് ചെയ്യുക. അപ്പം S9 പ്ലസ് എന്നുള്ള ടാബ്ലറ്റ് ഓൾറെഡി 91,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഈ ഒരു ടാബിന്റെ വില അതിലും കൂടാനൊക്കെ തന്നെയാണ് ചാൻസ്. ഒരു 95,000 1 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ടാബ് ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും കൺഫർമേഷൻസും കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും സാംസങ്ങിന്റെ സാംസങ് ടാബ് S10 പ്ലസ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.